നമ്മുടെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആണ് കേട്ടോ. കാരണം നമ്മുടെ ഷോർട്സിൽ, അതായത് ഒരു 2-3 മാസം മുമ്പുള്ള ഷോർട്സിൻ്റെയൊക്കെ കമൻറ്റ്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഞാൻ കൂടുതലും ഡ്രസ്സിന് മാച്ച് ചെയ്യാനായിട്ടുള്ള വേറെ രീതിയിലുള്ള കമ്മലുകൾസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ കമ്മലിൻ്റെ വീഡിയോ ചെയ്യൂ ചേച്ചി, എന്ന് വെച്ചാൽ കുറേ കളക്ഷൻസ് ഉണ്ടോ, വീഡിയോസ് ചെയ്യാമോ എന്ന് കുറേ പേര് പലതവണ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും അത് എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് കാശിക്കുട്ടൻ കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വേറെ കമ്മലുകൾ യൂസ് ചെയ്യാൻ പറ്റാതായി. കാരണം ഇപ്പോൾ മുത്തിൻ്റെ മോഡൽ അങ്ങനത്തെ കമ്മലൊക്കെ ഇടുമ്പോഴത്തേക്കും അവനത് വലിച്ചു പറിക്കാനൊക്കെ തുടങ്ങിയുണ്ട്. ഞാൻ അതൊക്കെ മാറ്റി സാധാ ഒരു റിങ്, ഗോൾഡിൻ്റെ ഒരു റിങ് കമ്മൽ അങ്ങാക്കി. ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സിൽ വേറൊരു വീഡിയോ, ഒരു ജിമിക്കി കമ്മലിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് വേറെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മലിൻ്റെ വീഡിയോസ് ഒന്ന് ചെയ്യാമോ, കുറേ കളക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ചെയ്തേക്കാതെ. അപ്പോൾ കമ്മൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ വിരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ എല്ലാം വിരിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നിനോട് ഇത്രയ്ക്ക് അഡിക്ഷൻ ഇല്ല. എവിടെ പോയാലും, ഏത് കടയിൽ കയറിയാലും, ഏത് അമ്പലത്തിൽ പോയാലും, ഉത്സവത്തിന് പോയാലൊക്കെ ഷോപ്പിൽ കയറിയാൽ അല്ലെങ്കിൽ കടകൾ കണ്ടാൽ എനിക്ക് ഈ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് ചെല്ലുമ്പോഴേക്കും എനിക്ക് പ്രാന്താ. ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഒക്കെ ചുമ്മാ ഡിസൈൻസ് നോക്കും, എന്നിട്ട് അതിൽ ഇന്ന് ഇല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം എടുത്തുകൊണ്ട് വരും. എനിക്കത് അങ്ങനെ ഒരു ഇതായിപ്പോയി. കമ്മലിനോട് മാത്രമുള്ളൊരു പ്രത്യേക അഡിക്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ കമ്മൽ കളക്ഷൻസ് ഒന്ന് കാണാൻ. അപ്പം നമുക്ക് ഇത്രയും കമ്മലുകളാണ്. അമ്മ ഒന്ന് കാണിച്ചിട്ട് മോനെ എടുത്തോ. ഇതിൽ നിന്നുണ്ടല്ലോ കുഞ്ഞാറ്റയ്ക്ക് ഇതാ ഈ വക ഐറ്റംസ്, ഇതല്ലല്ലോ, ഈ വക, ഇത് ഈ മോഡലിലുള്ള കുറേ സ്റ്റഡ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കുഞ്ഞാറ്റ വാരിക്കൊണ്ട് പോകും. ഞാൻ ഇപ്പം ഇതുപോലെ കിടക്കുന്നുണ്ട്. ഞാൻ കുറേ ആയിട്ട് ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊരു സാധനം വാങ്ങിച്ചാലോ എന്ന്. ഇപ്പം നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യത്തിന് പുറത്ത് പോകുമ്പോഴത്തേക്കും ഇത് എടുക്കാൻ കുറച്ച് പ്രയാസപ്പെടാറുണ്ട്. കാരണം ഒരെണ്ണം കിട്ടും, ബാക്കി ഞാൻ ഇതിൽ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ കണ്ടുപിടിക്കണം. അപ്പം ഞാനത് കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ കുഞ്ഞാറ്റത് ഇതുപോലത്തെ എല്ലാം ഇതുപോലെ പിറക്കിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതാണിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും കമ്മൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്നോട്ടുള്ളതാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ ഇത് ഞാൻ +2 പഠിക്കുമ്പോൾ വാങ്ങിച്ചിട്ടുള്ള കമ്മൽ തൊട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് മുമ്പുള്ളതുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു സമയം തൊട്ടൊക്കെ ഞാൻ ശരിക്കും കമ്മലുകൾ സൂക്ഷിച്ചു തുടങ്ങി കേട്ടോ. ഇതാ ഈ കമ്മലുണ്ടോ, ഈ കമ്മൽ +2 അല്ല +1 ഓണ സെലിബ്രേഷൻ ഒരു പച്ച കാർക്കിലായിരുന്നു ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നൊരു കമ്മലാണ് ഇത്, ഒരു കുഞ്ഞൊരു ജിംക. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് +2 വാങ്ങിച്ചാൽ. പിന്നെ ഞങ്ങളുടെ +2 സ്കൂളിലൂടെ പ്രിയംവദ എന്ന് പറഞ്ഞൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. അപ്പം അവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. ഈ റോസാപ്പൂവിൻ്റെ കമ്മലുകൾ കണ്ടോ, ഇത് ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇത് അങ്ങനെ ഒത്തിരി കമ്മലുകളുണ്ട്, റോസാപ്പൂവിൻ്റെ മോഡല്. പിന്നെ +1 +2 സമയത്ത് ഉണ്ടായിരുന്നതാണ് പരസ്പരം സീരിയൽ. അപ്പോൾ പരസ്പരം കമ്മൽ കണ്ടോ, ഇതിൻ്റെ ഒരു റോസും കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇടുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ, ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു ബോക്സ് വാങ്ങിക്കണം. ഇപ്പം അങ്ങനെ കുറച്ച് കാണുന്നുണ്ട്, ഇനി ഒരെണ്ണം വാങ്ങിക്കണം. ഇങ്ങനെ നമ്മൾ ഇടുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരെണ്ണം കിട്ടും, ഒരെണ്ണം കിട്ടില്ല. കുറച്ചിങ്ങനെ പാടുപെട്ടേണ്ടി വരാറുണ്ട് എനിക്ക്. എന്തായാലും അങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റോസും കൂടി ഉണ്ട്, റോസ് ഇടയ്ക്ക് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് പിന്നെ ഇതൊക്കെ ആദ്യം കാണിച്ചല്ലേ. പിന്നെ കുറേ ഇതുപോലത്തെ ഉണ്ട്, ഈ മുത്തുകൾ. ഇതിൻ്റെയൊക്കെ വേറെ ജോഡികളുണ്ട് കേട്ടോ. മുത്തുകൾ ഇതുപോലെ പല കളറുകളിലുള്ളുണ്ട്. പിന്നെ കുറേ സമയങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്ന +2 ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള സമയത്തൊക്കെ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ഏറ്റവും ചെറുതിൽ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിടണം അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു സമയത്ത് ഇതുപോലത്തെ സാധനങ്ങളാണ് കൂടുതൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കേട്ടോ, അതിൻ്റെ വേറെ കളറുകളാണ് കേട്ടോ. ഇത്
പിന്നുണ്ട് യെല്ലോ, പലത് പല ഉണ്ടോ ഹാങ് ചെയ്തിടുന്ന ഇതൊക്കെ. പിന്നെ അതിൻ്റെ റോസ് കണ്ടോ, അങ്ങനെ ഒത്തിരി. പിന്നെ ജുംക്കാസ്, അത് ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതുണ്ട് പല പല മോഡലുകളിലുള്ള ജുംക്കകളുണ്ട്. പാലയ്ക്ക. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വന്ന ഒരു സംഭവമാണ് ഈ റിങ്ങുകൾ. റിങ്ങുകളുടെ പല 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 സംഭവങ്ങളുണ്ട്. റിങ് എനിക്ക് ആദ്യം അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു, കാരണം എൻ്റെ കാതൊരു ഇത്തിരി തൂങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്കുള്ളതുകൊണ്ട് റിങ് ഇടുമ്പോൾ അതിങ്ങനെ താന്ന് കിടക്കുമല്ലോ. നമ്മൾ മറ്റേ സ്റ്റഡുള്ള മോഡൽ ഇടുമ്പോൾ അതങ്ങനെ അടങ്ങിയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടാറില്ല. പക്ഷെ ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് റിങ്ങുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഏറ്റവും ചെറുത് കണ്ടോ, അങ്ങനെ റിങ്ങുകൾ. പിന്നെ ഈ കമ്മൽ എനിക്ക് എൻ്റെ അപ്പു ആദ്യമായിട്ട്, അപ്പു എൻ്റെ അനിയനാണ് കേട്ടോ, അവൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചിരുന്നൊരു കമ്മലാണ്. എന്തെന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയപ്പം അതിൻ്റെ ഒരെണ്ണം ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ തപ്പുമ്പോൾ നമുക്ക് മറ്റേത് കിട്ടാൻ കുറച്ച് പാടാം, ഇതിനകത്തുണ്ട്. അവൻ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്ന കമ്മലാണ് കേട്ടോ ഇത്. ആദ്യത്തെ ഒരു ഗിഫ്റ്റായിട്ട് ഫസ്റ്റിൽ വാങ്ങിച്ച ഏറ്റവും കുഞ്ഞില്ലേ ഇത്. അപ്പം ഞാനിതിങ്ങനെ ഇടയ്ക്ക് എടുത്തിടാറുണ്ട്. അങ്ങനത്തെ കമ്മൽ. അങ്ങനെ ഓരോ കമ്മലിലും ഓരോരോരോ ഇതുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇത് വേറൊരു മുത്ത്. പിന്നെ ഞാൻ പറയില്ലേ +1 പഠിക്കുമ്പോൾ അന്നേരമുള്ള വേറൊരു മോഡലായിരുന്നു ഇത്. അതായത് ഇതൊക്കെ പ്രിയംവദ കടയിലുള്ളതാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ +1 +2 ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ അവർക്ക്, അതായത് ഇപ്പോഴും ആ കട അവിടെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നാളൊരു ദിവസം ഞാൻ അതിലൂടെ പോയപ്പോൾ, ഇനിയിപ്പോൾ ഷോപ്പ് വേറെ വല്ല ആക്കിയൊന്നും അറിയില്ല, എന്നാൽ പോലും ആ കടയിൽ അത് സ്ഥിരം ഇതുപോലത്തെ സ്റ്റഡ്സ് വരുന്നത്. അപ്പോൾ +1 +2 ഒക്കെ പഠിക്കുമ്പോൾ നമ്മളങ്ങനെ ഒത്തിരി ആയിട്ടുള്ളൊന്നും ഇട്ടുകൊണ്ട് പോയില്ലല്ലോ. യൂണിഫോം അല്ലേ കൂടുതലെന്നല്ല, എല്ലാ ദിവസവും യൂണിഫോമാണ്. ഞങ്ങൾക്ക് അങ്ങനെ കളർ ഡ്രസ്സൊന്നും ഇല്ല. പിന്നെ പോയിട്ട് ഇതുപോലത്തെ സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ കളർ ഡ്രസ്സ് ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ യൂണിഫോമിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റഡ്സാണ് കേട്ടോ ഇതൊക്കെ. അവിടുന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ അടുത്തിടയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള കമ്മലുകളാണ്. റോസ് ഗോൾഡിലുള്ള കമ്മലുകൾ, അതൊക്കെ എനിക്കൊരു ഇഷ്ടമാണ് കേട്ടോ. എനിക്കിങ്ങനെ കാണുമ്പോൾ ഒത്തിരി കമ്മലുണ്ട്. ഇതിൻ്റെ അതൊക്കെ കുഞ്ഞു കമ്മലുകളുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിച്ചത്. അതൊരു മയിൽപ്പീലി കളറ് ഡ്രസ്സായിരുന്നു ഞങ്ങൾക്ക്. മയിൽപ്പീലി ഈ പീക്കോക്ക് ബ്ലൂ കളർ ഒരു ഗൗണായിരുന്നു എനിക്ക്. അപ്പം അതിന് പേര് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ കളർ കേട്ടോ, കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേക്ക്. ഇനി കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് അതിൻ്റെ ഒരെണ്ണം ഇപ്പം ഞാൻ എടുത്തു തരുന്നല്ലോ. കാശിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഒരു സ്കൈ ബ്ലൂ അല്ല, അതിലും തെളിഞ്ഞ വേറൊരു ബ്ലൂ ആയിരുന്നു. അപ്പം അതിനിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ്. ഇതുണ്ടോ ഇങ്ങനെ ഒരുപാട് എണ്ണം ഇടുമ്പം ഇത് എപ്പം മിസ്സായതെന്ന് അറിയില്ല. ഇതിൻ്റെ ഈ ഒരെണ്ണം കേട്ടോ, ഒരു മുത്ത് ഒത്തിരി ഇടുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്നത് മാറ്റി, നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി തപ്പണ്ടല്ലോ. അപ്പോൾ അതിനിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു റോസ് ഗോൾഡിൻ്റെ ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. കാശിയുടേന് വാങ്ങിച്ച കമ്മലായത് ഫസ്റ്റ് ബർത്ത്ഡേക്ക്. അങ്ങനെ പിന്നെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കുഞ്ഞു സാധനങ്ങൾ കാണുമ്പോൾ വാങ്ങിക്കുന്ന പെട്ടെന്ന് ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ഒരിടയ്ക്ക് ഇത് ട്രെൻഡായിരുന്നു. ഇങ്ങനെ പല മിക്സഡ് കളറുള്ള ഈ മുത്തുകമ്മൽ പിന്നെ പോയിട്ട് രണ്ട് വലിയ റൗണ്ട് ഇത് കാതിലിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തോട പോലെ ഇടിയും. ഇതൊക്കെ ഞാൻ 1-2 വട്ടം കേട്ടിട്ടുള്ളൂ, പക്ഷെ എനിക്കിതൊക്കെ കാണാൻ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും കൂടി അടിയാണ് കേട്ടോ. ഇന്നാ ഭാവിക്കും ഇപ്പം ഉണ്ടല്ലോ, ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോട്ട് പോകുമ്പോൾ ഏട്ടൻ ചോദിക്കും, ഇത് നിനക്ക് എത്ര ജോഡി ഉണ്ട്, എന്നാൽ പോലും എന്നിട്ടും നീ നോക്കണം. അപ്പം ഞാൻ പറയും, ഓരോരോ പുതിയ മോഡലുകൾ, ഓരോരോ വർഷം ഓരോ മോഡലുകളല്ലേ. കമ്മൽ ഇഷ്ടമുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും അല്ലേ. നിങ്ങൾ കമ്മൽ ലവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഞാനൊരു ഉത്സവത്തിന് വാങ്ങിച്ചതാണ്.
ഇത് ആ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പത്തെ ആണെന്നു ആ ഒരിടയ്ക്ക് ഇത് ട്രെൻഡായിരുന്നു. അതായത് വലിയ ധാവണി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ നല്ലതല്ലേ, അങ്ങനെ വാങ്ങിച്ചാൽ കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് കുഞ്ഞാറ്റയുടെ മെറ്റേർണിറ്റി ഔട്ട്ഫിറ്റിന് ഇടാൻ വേണ്ടിയിട്ട്, അതൊരു ഈ മെറൂൺ അങ്ങനത്തെ ഒരു കളറായിരുന്നു. അതിനിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച കമ്മല, എനിക്കിഷ്ടമുള്ളൊരു കമ്മലാണ് കേട്ടോ, നല്ല അതിടാൻ വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ആദ്യം കാണിച്ചു തോന്നുന്നു, ഇത് സാരിയുടെയൊക്കെ കൂടെ ഇടാൻ പറ്റിയ കമ്മല, ഇത്തിരി വലിയത്, നമുക്ക് നന്നായിട്ട് ഒരു ഇട്ടിട്ട് നല്ല രസം. ഇത് മാല ചെറിയ സിമ്പിളായിട്ടൊരു മാലയൊക്കെ ഇട്ടിട്ട് ഇട്ട് നല്ല ഭംഗിയായിരിക്കും, അങ്ങനെയുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഹാങ്ങിങ്ങിൽ, ഇതൊക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലേ കുറേ ഹാങ്ങിങ്സ്. പിന്നെ ഉണ്ടോ, പിന്നെ വേറെ ഉണ്ട് കേട്ടോ. ഇത് ഈ ഫാൻസി ഐറ്റംസ് മാത്രമുള്ള സെക്ഷനാണ്. ഇനി കുറച്ച് മറ്റേ റോൾഡ് ഗോൾഡ് ടൈപ്പ് ഉണ്ട്, അങ്ങനെ അതിൽ പെടുന്ന ഒന്നാണ് ഇതൊക്കെ കേട്ടോ. ഇതിൻ്റെ കൂടെ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്ക് ഇതൊന്ന് മിക്സായിപ്പോയി. പക്ഷേ ഇനി എനിക്കിതൊന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഫാൻസിയിൽ പെടുന്ന അല്ല റോൾഡ് ഗോൾഡിൽ പെടുന്ന കുറച്ച് സംഭവം ഇതിനകത്തുണ്ട്, അത് മാറ്റണം. അങ്ങനെയുള്ളതാണ് കേട്ടോ ഇതൊക്കെ. ഗോൾഡിൻ്റെ പിന്നെ ഞാൻ മാറ്റിയേ വെച്ചിട്ടുള്ളൂ, അത് വേറെ സെക്ഷനിലുണ്ട്. ഇത് അതൊക്കെ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ, ഇതേ വാങ്ങിക്കാറില്ല. ഞാനിപ്പോൾ ഈ റിങ് മാത്രമേ അങ്ങനെ ഇടാറുള്ളൂ. ഇത് അങ്ങനെ. പിന്നെ ഇതെൻ്റെ എൻഗേജ്മെൻറ്റ്, എൻ്റെ ഒരെണ്ണം ഞാൻ ആദ്യം കാണിച്ചു തരില്ല, ഇത് കാണിച്ച് ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. എൻഗേജ്മെൻറ്റിൻ്റെ റെഡ് സാരി ആയിരുന്നു, അതിൻ്റെയാണ് കേട്ടോ. പിന്നെ വേറൊരു മോഡല്, കൊച്ചെടുത്തോ. ഇത് ഒരു ഓറഞ്ച് ഷ്രെഡ് എന്നൊക്കെ പറയണം, അങ്ങനത്തെ ഒരു ഡ്രസ്സിന് ഇടാൻ വേണ്ടി കാണിച്ചായിരുന്നു. പിന്നെ ഇതുണ്ട് ഒരു റൂബിയുടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം, അത് അമ്മ എടുത്തുതരാം. പിന്നെ ഇത് ഒരു സിൽവർ കളറിലാണ്. പിന്നെ പാലയ്ക്ക ഞാൻ ആദ്യം കാണിച്ചല്ലേ, അതിൻ്റെ ഒരെണ്ണം, പാലയ്ക്കയുടെ ഒരെണ്ണം. അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ്. ഇതിങ്ങനെ ഒരൊച്ച ഉണ്ട് കേട്ടോ. ഇതെപ്പോഴാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരിടയ്ക്ക് സിൽവർ കളർ നെക്ലേസും ചോപ്പറും ഇങ്ങനത്തെ സിൽവർ കമ്മലും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2021 ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത്. കാരണം ഇതിൻ്റെ കൂടെ ഒരു ഇതുമുണ്ട്, നെക്ലേസും ഉണ്ട്. അത് വേറെയാണ്, മാലകളുടെ സെക്ഷൻ വേറെയാണല്ലോ. അപ്പം അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ എനിക്കിഷ്ടമുള്ളൊരു കമ്മലാണ് ഇത്. ഇത് ബ്ലാക്ക് സെറ്റൊക്കെ കൊടുത്തിട്ട് എനിക്ക് ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇടാൻ നല്ലതായിരിക്കും. പിന്നെ ഇത് ഒരുപാട് എനിക്കിഷ്ടമുള്ളൊരു കമ്മല, ഇതുണ്ടോ, പച്ചയും ചുവപ്പും നല്ല കമ്മല, അങ്ങനെ വരണ്ട. പിന്നെ അത് അവന് കൊടുക്കണം. പിന്നെ ഇതെല്ലാം ഇങ്ങനത്തെ കുറച്ച് ജുംക്കയിൽ തന്നെ റിങ് വരുന്നത്, അതിപ്പോൾ ഞാൻ ആദ്യം കുറച്ച് കാണിച്ചായിരുന്നല്ലോ, അതിൻ്റെ വേറൊരു വെർഷനായിട്ട് വരും കേട്ടോ. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ മോഡലുണ്ട്, അതൊക്കെ ഇനി ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കമ്മലുകൾ. പിന്നെ എല്ലാം കുട്ടി കമ്മലുകളാണ്. പിന്നെ ഇതിപ്പോൾ കാണിച്ചതിൻ്റെ ഓരോ പേര് വെച്ചിട്ട് വേറെയും കിടക്കണ്ട കേട്ടോ. പിന്നെ ഇതുപോലത്തെ കുഞ്ഞു സ്റ്റഡ്സ്, ഇത് ആ സമയം തൊട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഏതെങ്കിലും എടുത്തിടും. ഓരോ കമ്മലിനും ഓരോരോരോ ഇതുണ്ട്. ഇത് കാണാൻ പറ്റില്ല. ഇത് പിന്നെതാ ഇത് പിന്നെ വേറൊരു ചുമക്ക. ഇതൊക്കെ നമ്മൾ ഏതെങ്കിലും ഡ്രസ്സ് ഇടുമ്പോൾ ആ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറുകൾ നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് ഇടും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ പക്ഷേ അതെ ആദ്യം ഒരു ബ്ലൂ കാണിച്ചില്ല, അതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് കളറ്, അങ്ങനെ അതൊക്കെയാണ് കമ്മലുകളുടെ കളക്ഷൻ. ഇത് പ്ലസ് ടുവിൽ വെച്ച് വാങ്ങിച്ച ഒരു കമ്മൽ. പ്ലസ് ടുവിൽ ഒരു സ്കൈ ബ്ലൂ കളറുള്ളൊരു
ഡ്രസ്സ്, അത് എന്തിനായിരുന്നു എന്നറിയില്ല. +2ൻ്റെ ഓണ സെലിബ്രേഷനാണോ അപ്പോൾ വാങ്ങിച്ച കമ്മല. ഇത് വേറെ ഒരെണ്ണം. പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ്സ് ഉള്ള കമ്മലുകളുണ്ട് കേട്ടോ. ഞാൻ ഹാങ്ങിങ്സ് അല്ലാതെ ഈ മോഡലുകൾ കണ്ടോ, ഇങ്ങനെ കുഞ്ഞു ഇതൊക്കെ ഏട്ടനൊരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന. ഇത് കുറേ കമ്മലുകളായിട്ട് എനിക്ക് ഈ കമ്മലിൻ്റെ ബാക്കി എന്ത് സാധനം കൊടുത്താലും ഇത്ര സന്തോഷമാവില്ല എന്ന് മനസ്സിലാക്കി എനിക്ക് ചുമ്മാ ഇടാൻ വേണ്ടി വാങ്ങിച്ചു. മതി, അതിൻ്റെ തന്നെ ഇങ്ങനത്തെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കുഞ്ഞു ഹാങ്. ഇത് ഉണ്ട് കുഞ്ഞ് ഹാങ്ങിങ്സ്, അതായത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എടുത്ത് ഇട്ടാൽ മതി. അങ്ങനത്തെ കുറേ എണ്ണം ഒരു കുഞ്ഞി കവറിൽ. ഇത് സൂചിയും നൂലും കമ്മൽ ഒരു സമയത്ത് ട്രെൻഡായിരുന്നല്ലേ, അന്നേരം വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെയാണ് കേട്ടോ കമ്മൽ കളക്ഷൻസിൽ വരുന്നത്. ഇനി ഇപ്പം ഈ കാണിച്ചതിൻ്റെ തന്നെ അടുത്ത പെയറായി കിടക്കുന്നത് ഇതാ ബ്ലാക്ക്. ആദ്യമേ ബ്ലാക്ക് കാണിച്ചില്ലായിരുന്നല്ലോ, ബ്ലാക്കിൽ പെടുന്നതാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ ഇട്ടിട്ടുള്ളൊരു സ്റ്റഡാണിത്. ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഒറ്റ നിറത്തിൽ അത്യാവശ്യം വലിയ സ്റ്റഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് ഇത്. അതൊക്കെയാണ് കമ്മലുകളുടെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ഇങ്ങനെ ഓരോ പേരാ. പിന്നെ എല്ലാം കുഞ്ഞതാണ് കേട്ടോ. അതാ ഇത് റോസ് ഗോൾഡിൻ്റെ ഒത്തിരി നാളായില്ല വാങ്ങിച്ചിട്ട്. ഇത് അങ്ങനെ അതൊക്കെയാണ് കേട്ടോ കമ്മൽ കളക്ഷൻസ്. ബാക്കിയൊക്കെ ഇങ്ങനെ കുഞ്ഞു റിങ്സിൽ വരുന്ന കുഞ്ഞിതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിയ സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ കാണിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കമ്മലിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇതിൽ ഓരോന്നാണ് ഞാനിങ്ങനെ വീഡിയോസിൽ മാറി ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മലിൻ്റെ കളക്ഷൻസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ കമ്മൽ ലവേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒത്തിരി കളക്ഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതിനെന്തായാലും ഒരു ഹാങ്ങിങ് ബോർഡ് വാങ്ങിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഹാങ്ങിങ് ബോർഡ്. അപ്പോൾ അതെന്തായാലും ഒന്ന് വാങ്ങിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കത് അറേഞ്ച് ചെയ്യുന്ന ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഒന്ന് അടുക്കിയെടുത്ത് വെക്കട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെ ബോർഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഇടുന്ന വീഡിയോസ് ഞാൻ കാണിക്കാം. ഒരുപാട് കമ്മലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ വെക്കാൻ പറ്റണ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഇട്ടേക്കാം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാവുന്നതുവരെ ടാറ്റാ.